സാൾണി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം. ഈ നാടകത്തിന് ശേഷം ബോളിവുഡ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ള. എന്താ ഇത്? നിങ്ങളിത് എന്താ ഉദ്ദേശിക്കുന്നത്? ശാലിനി ഉണ്ണികൃഷ്ണനൊക്കെ അത്യാവശ്യം കേരളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പേരാണെന്നെങ്കിലും പറയാം. അതിനിടയ്ക്കാണ് ജെൻസിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ പേര് സുന്ദരി. അതും ഈ ക്രിഞ്ച് പേര് സിനിമയുടെ ടൈറ്റിലായി അങ്ങ് സെറ്റ് ചെയ്യുകയും ചെയ്തു. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ അമ്മുമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് പോലും സുന്ദരി എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടില്ല. പറക്കും തളികയിൽ ഹരിശ്രീ അശോകന്റെ ഒരു ഹാസ്യ കഥാപാത്രത്തിന്റെ പേര് സുന്ദരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് 3 വയസ്സാണ് പ്രായം. 24 വർഷങ്ങൾക്ക് മുൻപേ മലയാളികൾ കോമഡി സീനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേരാണ് നിങ്ങൾ ബോളിവുഡിലെ അൾട്രാ ന്യൂജൻ നായികയ്ക്ക് ചാർത്തി കൊടുത്തിട്ടുള്ളത്. സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടറിന്റെ പേര് തീരുമാനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു മിനിമം റിസർച്ച് ചെയ്തൂടെ? ഇനി അത് മാത്രമോ? പറമ്പിൽ കത്തിയുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും വില കൂടിയ സാരിയും തലയിൽ മുല്ലപ്പൂവും. ഇന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും മലയാളി പെൺകുട്ടികൾ മുല്ലപ്പൂ വയ്ക്കുകയോ സാരി ഉടുക്കുകയോ ചെയ്യാറില്ല. അപ്പോഴാണ് വീട്ടിൽ ശ്രീദേവി ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നുവെങ്കിൽ ജാൻവി കപൂറിന് ജസ്റ്റ് അമ്മയോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇതിലും ബെറ്ററായി കേരളത്തെക്കുറിച്ചുള്ള ഒരു ഇമേജ് പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോൾ കളരി, വള്ളംകളി, കഥകളി, വാഴയിലയിലെ സദ്യ, സെറ്റ് സാരി, മുണ്ട്, അങ്ങനെ വർഷങ്ങളായി കേരളത്തെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കാണിക്കുന്ന എല്ലാ എലമെന്റുകളും ഈ സിനിമയിലും ഉണ്ട്. ഒരേ ഒരു ആശ്വാസം, സൗത്ത് ഇന്ത്യയിൽ 4 ഫിലിം ഇൻഡസ്ട്രികൾ ഉണ്ടെന്നും ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാഷയും സൂപ്പർ സ്റ്റാറുകളും ഉണ്ടെന്നുള്ള കാര്യം ഈ ചിത്രത്തിലൂടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെന്നതാണ്. സൗത്ത് ഇന്ത്യ എന്നാൽ മദ്രാസ് എന്നും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ രജനി ഫാൻസ് ആണെന്നുമുള്ള മണ്ടൻ സിദ്ധാന്തങ്ങളെ പൊളിച്ചടുക്കിയത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ മോഹൻലാലിനെ അനുകരിക്കാൻ ജസ്റ്റ് ഒന്ന് തോളി ധരിച്ചാൽ മതിയായിരുന്നു. ഇതൊരുമാതിരി ദൈവത്തിനെ കുമ്പിടും പോലെയുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, ഇത്രയെങ്കിലും ചെയ്തല്ലോ, അത് തന്നെ സന്തോഷം. എന്തായാലും ട്രെയിലർ കണ്ട് സിനിമയെ വിലയിരുത്തുന്നില്ല. പക്ഷേ ഇതിനു മുൻപുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ചെറിയൊരു ഭയമുണ്ട്. വർഷങ്ങളായി പല ബോളിവുഡ് ചിത്രങ്ങളിലൂടെയും സൗത്ത് ഇന്ത്യക്കാരെ പരമാവധി അപമാനിച്ചിട്ടുണ്ട്. റാവൺ എന്ന സിനിമയിൽ ഷാരൂഖ് ഖാന്റെ ശേഖർ സുബ്രഹ്മണ്യം എന്ന തമിഴ് കഥാപാത്രം നൂഡിൽസ് തൈരൊഴിച്ച് കൈകൊണ്ട് കുഴച്ചു കഴിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതിൽ നിന്ന് തന്നെ സൗത്ത് ഇന്ത്യക്കാരോടുള്ള പുച്ഛം വ്യക്തമാണ്. സൽമാൻ ഖാന്റെ കിസി കാ ഭായ് കിസി കാ ജാൻ എന്ന സിനിമയിൽ സൗത്ത് ഇന്ത്യയിലുള്ളവർ ചിരിക്കുന്നതും കരയുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ പൂജ ഹെഗ്ഡെയുടെ കഥാപാത്രം അനുകരിച്ച് കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ തന്നെ ഇന്റർവെൽ സീനിന്റെ ഗ്രാഫിക്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഒരു വാഴയിലയിൽ വെൽക്കം ടു സൗത്ത് ഇന്ത്യ എന്ന് എഴുതി കാണിക്കും. ഇതെന്താ, സൗത്ത് ഇന്ത്യ വല്ല അന്യഗ്രഹത്തിലും എങ്ങാനും ആണോ? ഇവിടെയുള്ളവർ വല്ല അന്യഗ്രഹ ജീവികളുമാണോ? അയ്യ എന്ന സിനിമയിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളെയും ഇവിടെയുള്ള കൾച്ചറിനെയും പരമാവധി തരം താഴ്ത്തി കാണിച്ചത് മറ്റൊരു ഉദാഹരണം. ഇതിൽ നമ്മുടെ പൃഥ്വിരാജും ഭാഗമായി എന്നതാണ് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. നിങ്ങളൊരു മാറ്റവുമില്ലാതെ സൗത്ത് ഇന്ത്യൻ സംസ്കാരത്തെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. കറുത്ത് തടിച്ച ഗുണ്ടകളും ലുങ്കി ഡാൻസുമായി വന്ന ചെന്നൈ എക്സ്പ്രസ് പോലുള്ള സിനിമകൾക്ക് കോടികൾ കളക്ഷൻ ലഭിക്കുന്നു. പാടത്തും വരമ്പത്തും കോളേജിലും ക്ലബിലും മുല്ലപ്പൂ ചൂടി നടക്കുന്ന നായികയെ അവതരിപ്പിച്ച കേരള സ്റ്റോറിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നു. എന്ന് വെച്ച് ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണെന്ന് പറയുന്നുമില്ല. പഞ്ചാബി ഹൗസ് ഒക്കെ റിലീസ് ചെയ്ത സമയത്ത് മലയാളികൾ പഞ്ചാബികളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ ഞങ്ങളും മാറാൻ തയ്യാറായി. ഗോദ സിനിമയിൽ പഞ്ചാബിനെ അവതരിപ്പിച്ചതൊക്കെ ഉദാഹരണമാണ്. എന്നാൽ ഈ 2025 പോലും വർഷങ്ങളായി ഉപയോഗിച്ച് പഴകിയ ക്ലീഷേ സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് മാറാൻ തയ്യാറാകാത്ത ബോളിവുഡിന്റെ അവസ്ഥ പരിതാപകരം എന്നേ പറയാനുള്ളൂ. എന്തായാലും ബാക്കി ഭാഗം ബിഗ് സ്ക്രീനിൽ കാണാം.